Okay. So, morning we are studying. If any part of our body get a fracture, first thing what we have to do is we have to first thing how we will understand whether we have fractured or not. If the victim is having great pain, not little bit pain, great pain means very huge pain. വളരെ നല്ല വേദന. നമുക്കൊക്കെ ചെറിയൊരു മുറിവ് തട്ടുമ്പോൾ അയ്യോ ഭാവിയായാലൊക്കെ കയറി ഓടി വയ്യോ എന്റെ കൈ ഒടിഞ്ഞ് കാലൊടിഞ്ഞതുകൊണ്ട് കാറും അല്ലേ, ചെറിയൊരു ഇതുണ്ടെങ്കിലും. അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്, നല്ല പെയിൻ ഉണ്ടെന്ന രീതി. അതുപോലെ തന്നെ ഈസ് അൺഎബിൾ ടു മൂവ് ദ ഫ്രാക്ചേർഡ് പാർട്ട്. നമ്മുടെ കാലോ കൈയോ എവിടെയാണോ ഫ്രാക്ചേർഡ് ആയിട്ടുള്ളത്, എവിടെയാണോ നമ്മുടെ ബോഡിയുടെ ഫ്രാക്ചർ ആയിട്ടുള്ളത്. അപ്പൊ കൈയും കാലും മാത്രമല്ല കേട്ടോ ഫ്രാക്ചർ ആകുന്നത്. എനി പാർട്ട് ഓഫ് ദ ബോഡി ക്യാൻ ബി ഫ്രാക്ചേർഡ്. നമ്മുടെ ബോഡിയുടെ ഏത് പാർട്ട് വേണേലും ഫ്രാക്ചേർഡ് ആകാം. മേ ബി ഫിംഗർ ഓർ ടോസ്, ലെഗ്സ്, എനി പാർട്ട് ഓഫ് ദ ലെഗ്സ്. ദെൻ വാട്ട്, ഈവൻ നമ്മുടെ ഫേസിലുള്ളതോ ഏത് പാർട്ടിലുള്ളതാണ് ബോൺസിന് എവിടെ വേണേലും ഫ്രാക്ചേർഡ് ആകാം. ഈവൻ നമ്മുടെ ഈ റിബ്സ് ഒക്കെ ഇല്ലേ, റിബ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ബോഡിയുടെ ഈ നട്ടലിന്റെ ഈ ഭാഗമില്ലേ, നട്ടലിന്റെ ഫ്രണ്ടിലുള്ള റിബ്സ്. ഓക്കെ, റിബ്സോ അങ്ങനെ ഏത് പാർട്ട് വേണേലും പിന്നെ ഫ്രാക്ചേർഡ് ആകും. അപ്പം ഓൾ ഓഫ് യു പ്ലീസ് മ്യൂട്ട് യുവർ സെൽഫ്. മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ എല്ലാവരും, സൗണ്ട് വരാൻ പാടില്ലേ. ഓക്കെ. So there is swelling and bend in the bone where there is no joint. അപ്പൊ ഒന്നെങ്കിൽ സ്വെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നീരി വെച്ചിട്ട് വരിക. അതർവൈസ് ബെൻഡ്, ഇങ്ങനെ വളഞ്ഞിരിക്കുക, എല്ലുകൾ വളഞ്ഞിരിക്കുകയോ. യെസ് മോനെ, ഇനി മ്യൂട്ട് ചെയ്ത് വെക്കണേ, സൗണ്ട് വരാൻ പാടില്ല കേട്ടോ അതർവൈസ്. ഓക്കെ. സോ അങ്ങനെ നമ്മുടെ ബോഡിയിൽ അങ്ങനത്തെ മാറ്റം വരുമ്പോഴാണ് നമ്മൾ അവിടെ ഫ്രാക്ചേർഡ് ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഫസ്റ്റ് തിങ് നമ്മൾ വാട്ട് വി ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു കംഫോർട്ട് ചെയ്യണം. അതായത് പേഷ്യന്റിനെ നമ്മൾ ഒന്നുകിൽ കളിയാക്കാതിരിക്കുക. വീണ ഒരാളെ നമ്മൾ കളിയാക്കരുതെന്ന് പറഞ്ഞല്ലേ, അവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ മാനസികമായിട്ട് നമ്മൾ അവരെ കളിയാക്കി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ വിഷമാകും. സോ ഫസ്റ്റ് തിങ് വി ഷുഡ് നോട്ട് ടീസ് ദം ഓർ വി ഷുഡ് നോട്ട് ലാഫ് അറ്റ് ദം. വി ഹാവ് ടു ഹെൽപ് ദം ടു ഗെറ്റ് അപ്പ് ആൻഡ് ഓൾ. Then next thing we have to try to make in level shape. അതായത് ഇപ്പൊ കൈ ഞാൻ പറഞ്ഞ പോലെ ബെൻഡ് ആയിട്ടുണ്ട്, വളഞ്ഞിട്ടുണ്ടെന്ന രീതിയിൽ നമ്മളായിട്ട് അതിനെ അറിയാമെങ്കിൽ മാത്രമേ അതിനെ ചെറിയ രീതിയിൽ അതിൽ പിടിച്ചു വെക്കാനൊക്കെ നോക്കും. നമുക്ക് അറിയത്തില്ലാതെ കൈ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് വേഗം ഇങ്ങനെ വളച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് 2-3 പീസസ് ആയി പോകും. ഒരു പീസ് അല്ലെങ്കിൽ പൊട്ടിയിട്ടോ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ പെട്ടെന്ന് കൈ നേരെയാക്കാൻ വേണ്ടി നമുക്ക് അറിയത്തില്ല എങ്കിൽ വളച്ച് തിരിച്ചിട്ടുണ്ടെങ്കിൽ 2-3-4 പീസൊക്കെ ആയി പോകും. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പൊ നമുക്ക് അറിയില്ല എങ്കിൽ നമ്മൾ ബെറ്റർ ഒന്നും ചെയ്യാതിരിക്കാം. നമുക്ക് അത്യാവശ്യം അറിയാവുന്നതാണെങ്കിൽ മാത്രം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ മേക്ക് ഷുവർ ദ ബ്രോക്കൺ ലിംബ് ഈസ് ഇൻ ദ നാച്ചുറൽ പൊസിഷൻ ആസ് പോസിബിൾ. അപ്പം പിന്നെ ചിലപ്പോ ഈ പറഞ്ഞ പോലെ മുറിഞ്ഞിട്ട് ഒന്നിങ്ങോട്ട് തള്ളിയിരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കാണുമ്പോൾ മനസ്സിലാക്കാം. അത് അറിയാവുന്നവർക്ക്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകില്ല, പക്ഷെ എൽഡർ പീപ്പിളിന് അതറിയാൻ പറ്റും. അപ്പോൾ അവരത് ഒന്ന് നേരെ പിടിച്ച് 2 എല്ലും കൂടെ ഇപ്പൊ ഇങ്ങനെ തെന്നി മാറിയിരിക്കുന്ന എല്ലിനെ പയ്യെ പിടിച്ചിട്ട് അതിന്റെ ഒപ്പം ലെവലിൽ ഒന്ന് കൊണ്ടുവെക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക. ദെൻ ഇവിടെ അതാ ഒരു കൊച്ചിന് ഇത് ബ്ലീഡിങ് നോസിന്റെ ചെയ്യുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഐസ് പാക്ക് വെക്കുന്ന ചിത്രമാണത്. ഓക്കെ, ടേക്ക് ദ നെക്സ്റ്റ് പേജ്. തന്നെ next step what we have to do is give support to the broken limb so that it remains still and at rest. ഇനി നമ്മുടെ കൈയോ കാലോ എവിടെ പൊട്ടൽ വന്നേക്കുന്ന, കയ്യിലെ ഒക്കെ ആണെങ്കിൽ അല്ലെ കാലിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് നടക്കാനൊന്നും എടുത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രായത്തിലുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. എന്തിനാണ് റുവൈസ് എന്തിനാ കൈ പൊക്കിയേ? റുവൈസ് എവിടെ പോയോ? ഇല്ല. സോ ഇനിയിപ്പൊ നിങ്ങൾ വലിയ കുഞ്ഞുങ്ങളായി, ഇപ്പൊ ഇത്രയും വലുത് നിങ്ങളുടെ മമ്മിക്കൊക്കെ നിങ്ങൾ എടുത്തു കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല അല്ലെ. ഇപ്പൊ നിങ്ങളുടെ മമ്മിമാർക്ക് നിങ്ങൾ എടുക്കാനൊക്കെ പറ്റുന്നുണ്ടോ? എത്ര പേരെ എടുക്കാൻ പറ്റുന്നുണ്ട്? മമ്മിമാര് എടുക്കുന്നുണ്ട്? എവിടെയെല്ലാം വീണാലും ഇങ്ങനെ പപ്പമാര് പിന്നെ എടുക്കും, പക്ഷെ മമ്മിമാർക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെ. പപ്പമാര് പിന്നെയും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും, മനസ്സിൽ സ്ട്രോങ് ആയിരിക്കും മമ്മിമാരെക്കാളും എടുക്കാൻ. ഓക്കെ, ഇനി കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല. നമ്മൾ വലിയ ഒരാള്, അപ്പൊ 2-3 പേരൊക്കെ ഉണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുക. അതായത് നടക്കാൻ പറ്റുന്ന കാലോ കയ്യാലോ ഇങ്ങനെ നിവർത്തി പിടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം. ഫോർ ദി സപ്ലൈ എ സ്പ്ലിൻ ടു ഗീവ് ഇറ്റ്സ് സപ്പോർട്ട്.
ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബാൻഡേഡ് ടൈ എ ഫോം ബാൻഡേഡ് അറൌണ്ട് ദ ജോയിന്റ്, കീപ് ദ ബാൻഡേജ് വെറ്റ് വിത്ത് കോൾഡ് വാട്ടർ, കീപ് ദ വിക്ടിം സ്റ്റിൽ ടിൽ ദ ഡോക്ടർ കംസ്, യൂസ് എ triangular piece of cloth to make a sling for supporting the broken limb, get an x-ray taken. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കാലോ കൈയോ കൊടുത്ത് നമ്മൾ സ്കെയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു പീസ് ഓഫ് വുഡ് or iron piece, something less, should be like a scale. We have to tie with the hand or broken part. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എയ്ഡിൽ ചെയ്യേണ്ടത് നമ്മുടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ബെൻഡ് ആയിട്ടുണ്ടെന്നൊരു, പിന്നെ നമ്മുടെ കയ്യോ കാലോ അനങ്ങാതെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ തന്നെ അത് പൊട്ടും. അപ്പൊ നാദായം പറഞ്ഞാൽ നമുക്ക് അറിയില്ലെങ്കിൽ നമ്മളെ പിടിച്ച് നിവർത്താനൊന്നും പോകരുത്. 2-3 പീസൊക്കെ ആയിട്ട് പൊട്ടി പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. ബോൺസ് ഒക്കെ നമ്മളുടെ വീഴ്ചയുടെ ആഘാതം പോലെ ഇരിക്കും. നെക്സ്റ്റ് ഇനി 2 പീസായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന പയ്യെ നമ്മളൊരു സ്കെയിലോ അല്ലെങ്കിൽ ഒരു മരത്തടിയുടെ ഒരു വലിയ മരം കെട്ടി വെക്കണം. നല്ല ഒട്ട ടീച്ചർ പറഞ്ഞ ചെറിയൊരു പീസ് നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ കെട്ടി വെക്കണം സ്കെയിൽ പോലെയുള്ള ഒരു സാധനം. അങ്ങനത്തെ എന്തെങ്കിലും നമ്മൾ ഒരു നല്ലൊരു എന്താ പറയണ്ട വള്ളി പോലത്തെ ചെറിയ ഇതൊക്കെ വെച്ചിട്ട്, നമ്മൾ മനുഷ്യരാണ് കേട്ടോ, അത് ഓർമ്മ വേണം. വലിയ മരക്കഷ്ണം ഇത് എടുത്തൊന്നും കെട്ടി വെക്കുവോ അല്ലെങ്കിൽ ടൈറ്റായിട്ട് കെട്ടുവൊന്നും അല്ല ചെയ്യേണ്ടത്. സോഫ്റ്റ്ലി കെട്ടി വെക്കണം. എന്തിനാന്ന് വെച്ചാല് നമ്മുടെ കൈ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ if it moves, if the bone moves from one place to another and all, ഈ സാധനം ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂവ് ആവത്തില്ല. അങ്ങനെ തന്നെ അത് ഹെൽപ്പ് ആകും. അല്ലെങ്കിൽ അത് മാറി തെന്നി മാറി അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ വാട്ട് വി ഹാവ് ടു ഡു, ടൈ എ ഫോം ബാൻഡേഡ്. പിന്നെ ഒരു ബാൻഡേജ് ശരിക്കും നല്ല സ്ട്രൈറ്റ് എന്താ പറയുക ടൈറ്റ് ആയിട്ട് ഒരുവിധം ടൈറ്റ് ആയിട്ട് അറൌണ്ട് ദ ജോയിന്റ്, കീപ് ദ ബാൻഡേജ് വെറ്റ് വിത്ത് കോൾഡ് വാട്ടർ. എന്നിട്ട് അതിനിങ്ങനെ നേരത്തെ നനച്ചു കൊടുത്തോണ്ടിരിക്കുക തണുത്ത വെള്ളത്തിൽ. ഒരു റിലീഫ് കിട്ടും, വേദനയിൽ നിന്ന് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ വെള്ളം നനച്ച ബാൻഡേജ് കെട്ടിയാൽ എല്ല് ശരിയാവും എന്നല്ല അർത്ഥം. നമുക്കറിയാം നമ്മൾ പൊള്ളുമൊക്കെ ചെയ്തോടുത്ത് നമുക്ക് നീറ്റിലൊക്കെ അനുഭവപ്പെടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, വെള്ളത്തിൽ കൊണ്ട് മുക്കും എന്ന് കരുതി ആ പൊള്ളിയ ഭാഗം ഉണങ്ങിപ്പോകുമോ അന്നേരം? ഇല്ല. ബട്ട് ആ ഒരു പുകച്ചിലിൽ നിന്ന് ഒരു റിലീഫ് കിട്ടും, കുറച്ചൊരു ആശ്വാസം കിട്ടും, അത്രയല്ലേ ഉള്ളൂ. ഇതായിട്ട് കീപ് ദ വിക്ടിം സ്റ്റിൽ ടിൽ ദ ഡോക്ടർ കംസ്. അപ്പൊ നമ്മൾ ഇവരെ എന്ത് ചെയ്യണം, പിന്നെ നടത്തുമൊന്നും ചെയ്യരുത്. കാലൊക്കെയാണെങ്കിൽ പിന്നെ നടത്താനൊന്നും പാടില്ല, അയലൊക്കെ പിന്നെ പൊട്ടിപ്പോകും. കൈ ആണെങ്കിലും നമ്മൾ അനക്കാതെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, വി ഹാവ് ക്യാൻ സ്ലിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈയൊക്കെ കെട്ടി തൂക്കിയിടിയല്ലേ. നിങ്ങൾ കണ്ടിട്ടില്ല സാധാരണ കൈയൊക്കെ പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ട് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിടുക ചെയ്യുന്നത് അല്ലേ? അങ്ങനെ കെട്ടിയിടുക. അപ്പൊ അങ്ങനെ ഇടണം. കൈക്ക് എന്താണെന്ന് വെച്ചാൽ മൂവ്മെന്റ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. കൈ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കൈ താത്തിയിടും, പിന്നെ ഇങ്ങനെ ചപ്ര കൈ അനക്കിക്കൊണ്ടിരിക്കും അല്ലെ. പക്ഷെ വേദനയുടെ സാധാരണ ആരും അനക്കൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നാലും അറിയാതെ ആണെങ്കിലും കൈയൊക്കെ നമ്മൾ ഇങ്ങനെ പയ്യെ എടുക്കാനൊക്കെ നോക്കും അല്ലെ, എന്തെങ്കിലും സാധനമൊക്കെ ഉണ്ടെന്നിരിക്കില്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല, നമുക്ക് അറിയത്തില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങളിലൊന്നും ചെയ്യും. സ്കെയിൽ വെച്ച് കെട്ട് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. എന്നിട്ട് ഡോക്ടർ പറയും എക്സ്റേ എടുക്കാൻ പറയും. ഡോക്ടർ ആ എക്സ്റേയിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഡോക്ടറിന്, ഇഫ് എനി ക്രാക്ക് ഈസ് ദെയർ ഓർ നോട്ട്, എനി ബ്രോക്കൺ പാർട്ട് ഈസ് ദെയർ ഓർ നോട്ട്, അങ്ങനെ എന്താണ് സംഭവിച്ചിരിക്കും, പൊട്ടലുണ്ടോ, അതേ ചെറിയൊരു വിള്ളൽ പോലെ ചെറിയൊരു പൊട്ടലിന്റെ ഇതേ ഉള്ളോ, അതിന്റെ ഷോക്ക് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്കറിയത്തില്ല. പക്ഷെ ഡോക്ടേഴ്സ് ക്യാൻ ഐഡന്റിഫൈ ദാറ്റ്. ദെൻ ദേ വിൽ ഗിവ് ദ ട്രീറ്റ്മെന്റ്. യൂഷ്വലി നമുക്കറിയാം ഇങ്ങനെ എല്ലൊക്കെ പൊട്ടി ഇതായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ അതിന് ഓപ്പറേഷൻ ചെയ്ത് കമ്പിയൊക്കെ ഇടും. അതിന്റെ ഉള്ളിൽ സ്റ്റീൽ ബാർ അതിന്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്യും. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് നമ്മുടെ എല്ലൊക്കെ സെറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ദേ വിൽ റീഓപ്പറേറ്റ് ഇറ്റ് ആൻഡ് ദേ വിൽ റിമൂവ് ഇറ്റ് ഫ്രം ദ ബോഡി അഗെയിൻ. അതെല്ലാം റിസ്ക് ആണ്. അതുകൊണ്ട് ബെറ്റർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ ശക്തിയിൽ വീഴാതിരിക്കാനൊക്കെ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷെ നമ്മൾ ആരും, ഞാൻ പറഞ്ഞ പോലെ തന്നെ, വി ഡോണ്ട് ഹാവ് ദ ഇന്റൻഷൻ ടു ബി ഫോളൻ. നമ്മൾ വീഴണം എന്നുള്ളൊരു ആഗ്രഹം നമുക്ക് ആർക്കും ഇല്ല. ആർക്കെങ്കിലും ഉണ്ടോ? ഇനി അവൻ വീണോട്ടെ കുഴപ്പമില്ല, അവള് വീണോട്ടെ, പക്ഷെ ഞാൻ വീഴരുത്, അതാണ് നമ്മുടെ ചിന്താഗതി അല്ലേ. അവനോളം വീണാലും നോ പ്രോബ്ലം, ബട്ട് ഐ വോണ്ട് ഫോൾ ബിക്കോസ് pain, I will have the pain if I fall. If he falls, he will get the pain, not me. If she falls, she will get the pain. So it doesn't, I don't bother about it. അതാണ് നമ്മുടെയൊക്കെ മെന്റാലിറ്റി. ഞാൻ വീഴാൻ പാടില്ല, അവൻ വീണാലോ അവള് വീണാലോ എനിക്ക് കുഴപ്പമില്ല, അവളുടെ കാല് പൊട്ടിയാലും കൈ പൊട്ടിയാലും കുഴപ്പമില്ല. എന്റെ കൈ പൊട്ടാൻ പാടില്ല, എന്റെ കാല് പൊട്ടാൻ പാടില്ല അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ട്രൈ ചെയ്യുക മാക്സിമം. പക്ഷെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, പൊട്ടലൊക്കെ വന്നു കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, പിന്നെ ഒരു അയൺ റോഡ് ഇടേണ്ടി വരും, പിന്നെ അതിനെല്ലാം വേറെ താങ്ങ്, കൈയും കെട്ടിവെച്ച് കുറെ നാളിങ്ങനെ തൂക്കിപ്പിടിച്ച് നടക്കേണ്ടി വരും. നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കൈക്കൊക്കെ പ്ലാസ്റ്റർ ഇട്ട് നടക്കണം കുഞ്ഞുങ്ങളെ. വലിയവരെ കണ്ടിട്ടില്ലേ വീണിട്ട്? കണ്ടിട്ടുണ്ടോ അങ്ങനെ?
ഇങ്ങനെ കുറെ നാള് വലിയ ബ്ലാസ്റ്റർ ഒക്കെ കെട്ടിത്തൂക്കി വലിയ പന്തായ കുറെ സാധനം. പിന്നെ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ചോറ് വാരി തരാനും. ഇഫ് ഇറ്റ് ഈസ് റൈറ്റ് ഹാൻഡ് മീൻസ് യു കനോട്ട് ഈറ്റ് ആൻഡ് ഓൾ. സോ യു ഹാവ് ടു ഡിപ്പെൻഡ് അപ്പോൺ യുവർ മമ്മി ഓർ എൽഡേഴ്സ് ടു ഗെറ്റ് ദ ഫുഡ്, ടു ഗോ ടു ടോയ്ലറ്റ്, ടു ടേക്ക് യുവർ ബുക്ക്. പിന്നെ ചില നിങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമായിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കാം. ഒരു പണിയും ചെയ്യണ്ടല്ലോ അല്ലേ? കൈക്ക് റെസ്റ്റ് കൊടുത്തിരിക്കാൻ അല്ലേ? എന്തൊരു ഹാപ്പിയാ ഇങ്ങനെ കൈയൊക്കെ പൊട്ടി ഇരിക്കേണ്ടി വന്നാല്. ആദിത്യന്റെ അമ്മയ്ക്ക് എങ്ങനെയാണോ? ആദിത്യൻ സുനിൽകുമാർ കൈ പൊട്ടിയിട്ടുണ്ടോ? എനിക്ക് എവിടെയാ എന്റെ ആദിത്യൻ കൂട്ടനെ കാണുന്നില്ലല്ലോ. ഓക്കെ കണ്ടു. അമ്മക്ക് കൈ പൊട്ടില്ല. ഇപ്പം പൊട്ടിയിരിക്കണോ അതോ നേരത്തെ പൊട്ടിയിട്ടതാണോ? നേരത്തെ അല്ലേ? അപ്പൊ നമുക്ക് എന്താന്ന് പറയുമ്പോ നമുക്ക് ആ സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം ഈ now our 2 hands and 2 legs are free. We can do anything whatever we wish. നമുക്ക് എന്ത് വേണമെന്ന് വെച്ചാലും നമുക്ക് ചെയ്യാം. If we want to go to school or uncle's house or auntie's house, we can walk and go, no problem. We need not to depend upon others. But if our leg is broken and if our legs are plastered, we can't even go to the kitchen, isn't it? നമ്മുടെ കാലിലൊക്കെ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. അമ്മ എന്താ ഉണ്ടാക്കി നല്ല സ്മെല്ല് വരുമ്പോ അത് എന്താന്ന് നോക്കാൻ പോകാൻ പോലും കൂടെ പറ്റാത്ത അവസ്ഥയാണ് അല്ലെ? അങ്കിളുടെ വീട്ടിലും പോകണ്ട, ആന്റിയുടെ വീട്ടിലും പോകണ്ട, നല്ല സ്മെല്ല് വരുന്നുണ്ട്. ആ സ്മെല്ലൊക്കെ സഹിച്ച് എന്താണ് സംഭവം എന്ന് അറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ കിടക്കേണ്ടതായിട്ട് വരും. സോ പിന്നെ കൈക്കൊക്കെ ആണെങ്കിലും നമുക്കറിയാം. ഇപ്പൊ ചേട്ടായിയോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ഒക്കെ നിങ്ങളോട് വഴക്കുണ്ടാക്കുമ്പോ ഒന്ന് കിട്ടുമ്പോൾ രണ്ടെണ്ണം തിരിച്ചു കൊടുക്കാറുണ്ട് അല്ലെ? കൈ കൊണ്ട്. ഈ കൈക്കൊക്കെ ഫ്രാക്ചർ ആയിട്ടുണ്ടെങ്കിലോ കിട്ടുന്നു മേടിക്കുമല്ലോ, അത് എന്ത് ചെയ്യാൻ പറ്റും? സോ ഇതൊക്കെ നമുക്ക് ഉണ്ടായതുകൊണ്ട് നമ്മള് കൈയും കാലും ഒക്കെ പൊട്ടലൊന്നും നോക്കാതെ ശ്രദ്ധിക്കുക. ഇതാണ്ട് ഇവിടെ കൊച്ചു കൈക്ക് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുന്നുണ്ടോ? ട്രയാങ്കുലർ സ്ലിങ്. മറ്റേ മോളിൽ കണ്ടോ കാലിന് ഇത് കെട്ടി വെച്ചേക്കുന്ന സ്കെയിൽ പോലത്തെ വലിയ കോല്. കാലിന് ചെറിയ സ്കെയിൽ കെട്ടിയാൽ പോരാ കേട്ടോ, വലിയ സ്കെയിൽ. ഞാൻ പറഞ്ഞ സ്കെയിൽ കെട്ടണം എന്ന് പറഞ്ഞാൽ സ്കെയിൽ തന്നെ തപ്പിപ്പിടിച്ച് കെട്ടണം എന്നല്ല. ഇപ്പൊ സപ്പോസ് നമ്മുടെ സ്കൂളിൽ നിന്നൊക്കെ സംഭവിക്കുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഉള്ള സാധനം വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അത് ഈ ചില്ലിന്റെ സ്കെയിലൊന്നും പറ്റില്ല. മരത്തിന്റെ സ്കെയിലാണ് ഓക്കെ. ചില്ലിന്റെ സ്കെയിൽ വെച്ച് കെട്ടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകും. അത്രയല്ലേ ഉള്ളൂ. അതിങ്ങനെ ആക്കുമ്പോൾ തന്നെ പൊട്ടുന്ന സാധനമാണ്. അതെ. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വുഡൻ പീസസ് if we have, we can tie with the broken part, and main thing we have to take to the hospital and get the help of the doctor. Understand? Okay. Next, burns. Burns means pollal. Oh, Romesh has changed his name. Okay. എങ്ങനെയൊക്കെ പൊള്ളലേൽക്കാം? ആർക്കെങ്കിലും പൊള്ളലേറ്റിട്ടുണ്ടോ? ഫ്രാക്ചേർഡ് പേഴ്സൺസ് കുറവാന്ന് പറഞ്ഞു. പൊള്ളലേറ്റിട്ടുണ്ടോ? 1 2 പേര് പൊക്കി, 3 4 5 6 7 ഉണ്ട്. എല്ലാരും ഉണ്ടല്ലേ? അപ്പൊ ഒരാളെ അതിനകത്ത്. ജോസിക്കില്ല, പൊള്ളിയിട്ടില്ല? അയ്യോ, ഈ ജോസി എല്ലാ കാര്യത്തിലും ഇല്ല. ശരി. അവിടെ ലക്ഷ്മിപ്രിയ സ്റ്റക്ക് ആയിട്ടാന്ന് തോന്നുന്നു. ലക്ഷ്മിപ്രിയയുടെ അടുത്തുനിന്ന് റെസ്പോണ്ട് ഒന്നും ഇല്ല. അത് സ്റ്റക്ക് ലക്ഷ്മി? ഷീ സ്റ്റക്ക് ഐ തിങ്ക്. ഓക്കെ അല്ലേ? ക്ലാസ്സിലും ഉണ്ടാറില്ല. ഓക്കെ ഓക്കെ ശരി. ലക്ഷ്മി എപ്പോഴെങ്കിലും പൊള്ളലേറ്റിട്ടുണ്ടോ? പൊള്ളിയിട്ടുണ്ടോ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം, കയ്യോ കാലോ ഒക്കെ? ഉണ്ട്. ഓക്കെ. അപ്പൊ എല്ലാരും ഉണ്ടല്ലേ? എല്ലാവർക്കും ഉണ്ട് ഈ കലാപരിപാടി. അപ്പം സാധാരണ നിങ്ങൾ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾക്ക് പൊള്ളലേൽക്കുന്നത്? ജോസി മാത്രം ഇപ്പൊ ഇല്ലാന്ന് പറയുന്നുണ്ട്. നേരാണോ എന്ന് ആർക്കറിയാം. നിങ്ങൾ അടുക്കള കയറി ഫുഡൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല, പിന്നെ എങ്ങനെ ഈ പൊള്ളലേൽക്കുന്നേ? തീ ആയിട്ടാണോ കളിയൊക്കെ? മിസ്, എന്റെ ചൂട് ഫ്രിഡ്ജിന്റെ അവിടെ ഞാൻ ഫ്രിഡ്ജ് തുറക്കാൻ പോകുമ്പോ എന്റെ കൈ. എന്തോ എനിക്ക് മനസ്സിലായില്ല. ഫ്രിഡ്ജിന്റെ അവിടെ വെച്ചെന്ന് എന്തോ പറഞ്ഞ മനസ്സിലായി. അതാരാ? റോയ്സ് ആണോ പറഞ്ഞ ആള്? ആരാ പറഞ്ഞേ? എന്തോ സംഭവം? എന്റെ മദർ ചൂടാക്കിട്ട് ആ പാത്രം ഫ്രിഡ്ജിന്റെ അവിടെ എടുത്ത് വെച്ച് ഞാൻ ഫ്രിഡ്ജ് തുറക്കുമ്പോ അറിയാണ്ട് എന്റെ കേക്ക് തട്ടി. അയ്യോ, ചൂടുള്ള സാധനം ഫ്രിഡ്ജിൽ ഒരിക്കലും വെക്കാൻ പാടില്ല. എന്ത് സാധനമാണേലും സൈഡിലും. ഓക്കെ 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 ഓക്കെ. ശരി. ഓക്കെ. നമുക്ക് പലതരത്തിൽ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് when we get burns from fire, maybe mostly from cooking purpose, if you are doing cooking in the kitchen and all.
if you today or tomorrow, or have you seen at any time your mother's hands or any part of the body have been burned? A little bit of mark and all? Not so much, a little bit. Josie has seen that, but Josie never got burned, but mother has, isn't it? Almost എല്ലാ അമ്മമാരുടെ അടുക്കളയിൽ പണിയുന്ന എല്ലാ അമ്മമാരുടെയും ശരീരത്തിലുണ്ടാകും പൊള്ളലിന്റെ പാട് അല്ലെ, എന്തെങ്കിലും കുക്കിംഗ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ഇനി കുക്കിങ്ങിൽ മാത്രമല്ല നമുക്ക് പൊള്ളലേൽക്കുന്നത്. Some other materials means when we burn dry leaves, waste materials like paper and all waste material, there will be many much more waste materials at home, isn't it? So most of the things which are which we can burn, we will burn it. നമുക്ക് കത്തിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കത്തിക്കും, നോട്ട് പ്ലാസ്റ്റിക് ആൻഡ് ഓൾ, ബട്ട് അതർ തിങ്സ്. ആ സമയത്തൊക്കെ ചിലപ്പോൾ ബൈ ചാൻസ് ചിലപ്പോൾ നമുക്കൊക്കെ പൊള്ളലേൽക്കാൻ സാധ്യതയുണ്ട്, തീപ്പൊരി പാറിയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ കുട്ടികൾക്ക് പറ്റിയതാണ്, ഇവിടെ ആരോ ഇട്ടായിരുന്നു ക്യാൻഡിൽ കത്തിച്ചിട്ട് പൊള്ളിയിട്ടുണ്ടെന്ന്. ഷുവർലി അതെല്ലാവർക്കും ഉണ്ട്. ഇവിടുത്തെ മിക്കവാറും പൊള്ളിയതെല്ലാവരുടെയും മിക്കവാറും ക്യാൻഡിൽ കത്തിച്ചിട്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ മാച്ച് ബോക്സ് കത്തിച്ചിട്ട്. ഈ രണ്ടെണ്ണാണ് പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും. കാരണം നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമുള്ള മാച്ച് സ്റ്റിക്ക് ഇങ്ങനെ റബ്ബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു സൗണ്ട് വരും. ആ സൗണ്ട് കേൾക്കാൻ വലിയ ഇഷ്ടമാണ് തീ കത്തിക്കാനും. ആ സൗണ്ടിൽ അങ്ങ് ലയിച്ചിരിക്കുമ്പോൾ ആ സ്റ്റിക്ക് കത്തിത്തീരി കൈ പൊള്ളുകയും ചെയ്യും അല്ലെ. നെക്സ്റ്റ് ക്യാൻഡിൽ കത്തിച്ചിട്ട് ക്യാൻഡിൽ വിൽ മെൽറ്റ് ആൻഡ് ദ മെൽറ്റഡ് പാർട്ട് വിൽ ഫോൾ ഓൺ. ഓക്കെ, ദ മെൽറ്റഡ് പാർട്ട് ഓഫ് ദ ക്യാൻഡിൽ വിൽ ഫോൾ ഓൺ അവർ ഹാൻഡ് ആൻഡ് ഓൾ. ദെൻ പക്ഷെ അതൊക്കെ ചെറിയ രീതിയിലുള്ളതാണ് കേട്ടോ, ഇതൊന്നും അല്ല വലിയ വലിയ. ഇതാരാണ് ഈ ഇതെല്ലാം വരയ്ക്കുന്ന കുത്തുക്കാൻ ടു എവരിബഡി? അത് എന്തുവാ, അതാരാ ഇട്ടയാള്? ഓക്കെ, അപ്പം പൊള്ളാൻ കുക്കിംഗ് പർപ്പസിൽ നമ്മൾ അടുക്കളയിലായിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മറ്റു വേസ്റ്റ് മെറ്റീരിയൽ കത്തിക്കുന്ന സമയത്ത്. പിന്നെ വേറെ തരത്തിലുള്ള ബോയിലിംഗ് ഉണ്ട് കേട്ടോ, പൊള്ളുന്ന ഇതുണ്ട്. ഫയർ ഹോട്ട് ഒബ്ജക്ട്സ്, ഇപ്പോൾ ഇവിടെ റുവൈസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഹോട്ട് ഒബ്ജക്ട്സിൽ ടച്ച് ചെയ്യുന്ന സമയത്ത്, ചൂട് ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം ചൂടായിട്ടുള്ള സാധനം വെച്ച് നമ്മൾ അറിയാതെ മുട്ടുമ്പോൾ, പാത്രത്തിൽ മുട്ടുമ്പോൾ, അയൺ ബോക്സ് ഇതൊക്കെ ചൂടായിരിക്കുന്ന സമയത്തൊക്കെ മുട്ടിപ്പൊള്ളിയിട്ട് അങ്ങനെ ഒരുപാട് പേരില്ലേ. ഓക്കെ, അങ്ങനെ. Then boiling water, steam. What is the meaning of steam? How we get a burn from the steam? Steam means what? നീരാവി. ഈ നീരാവിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മളിപ്പോ സപ്പോസ് if you have kept the water for boiling and after some time if we want to know whether it is boiled or not, we will just remove the lid from that, isn't it? Then steam will come out. If you are not careful, our hand or any part of the body may get burned. പിന്നെ വേറെ രീതി തന്നെ കുക്കർ. നിങ്ങളുടെ വീട്ടിൽ കുക്കറിൽ ഫുഡ് ഉണ്ടാക്കാറുണ്ടോ? കുക്കറിൽ ഫുഡ് ഉണ്ടാക്കാറുണ്ടോ? ഓക്കെ, ഈ കുക്കറിൽ ഇങ്ങനെ വിസിൽ വന്നതിന് ശേഷം കുറെ സമയത്ത് ഒരു സൗണ്ട് ഉണ്ടാകും, ലൈക്ക് ദാറ്റ് വേ. അതിനുള്ളിലുള്ള പ്രഷർ ഷുഡ് കം ഔട്ട്, ദാറ്റ് പ്രഷർ. അപ്പൊ ആ പ്രഷർ പുറത്ത് വന്നതിന് ശേഷമേ നമ്മൾ ആ ലിഡ് ഓപ്പൺ ചെയ്യാവുള്ളൂ, കുക്കറിന്റെ അടപ്പ് നമ്മൾ തുറക്കാവുള്ളൂ. അതർവൈസ് വാട്ട് ഹാപ്പൻസ്, pressure will be, means steam will be there, high pressure ഉണ്ടാവും. അപ്പൊ നമ്മൾ തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മുഖത്തോട്ടൊക്കെ അതിന്റെ ആവി അടിച്ചിട്ട് നല്ലപോലെ പൊള്ളും. ലാസ്റ്റ് ഇയർ നിയർ മൈ ഹൗസ് വൺ ഓഫ് മൈ നെയ്ബർ ഹാഡ് ലൈക്ക് ദാറ്റ് burnt. She opened it, means after the whistle she off the gas. After little time she wanted arson, but she was little careless. That's what happened. She forgot to put out the air. അതിനുള്ള എയർ കംപ്ലീറ്റ് പുറത്ത് വിടാൻ മറന്നു പോകും. എന്ത് ചെയ്ത് തിരക്കായിരുന്നു, അതിങ്ങനെ അടുത്ത് നിന്നിട്ട് അതിന്റെ അടുപ്പ് തുറന്നാണ് നല്ലപോലെ അതിന്റെ ആവി അടിച്ച് മുഖമെല്ലാം പൊള്ളിയാം ചേച്ചീനെ. ഒത്തിരി ഇതായി. സോ ഇഫ് യു ആർ കെയർലെസ് ഇറ്റ് വിൽ ഹാപ്പൻ ലൈക്ക് ദാറ്റ് വേ. ഫയർ ഹോട്ട് ഒബ്ജക്ട്സ്, സ്റ്റീം, ബോയിലിംഗ് വാട്ടർ, ക്രാക്കേഴ്സ്. ഹാവ് യു എവർ ബേൺഡ് ലൈക്ക് ദാറ്റ് വിത്ത് ഫയർ ക്രാക്കേഴ്സ്? ക്രാക്കർ മീൻസ് വാട്ട്? പടക്കം. പടക്കം പൊട്ടിച്ചിട്ട് കയ്യും കാലൊക്കെ പൊള്ളിച്ചിട്ടുണ്ടോ? ഇല്ല, ആരുടെ ഇല്ല. ശരി. Crackers and chemicals like acids can cause burns. ഇനി ഇത് മാത്രമല്ല, തീയും ഇങ്ങനത്തെ പൊള്ളൽ വന്നല്ല, ആസിഡ് നല്ല സാധനമാണ്, എടുത്ത് കളിക്കാൻ നല്ല സാധനമാണ് അല്ലേ. നെവർ ഷുഡ് ടച്ച് ദ ആസിഡ്സ്. ആസിഡ് ഒരിക്കലും ടച്ച് ചെയ്യാൻ പാടില്ല. If I think anyway no parent will keep the acids where children can reach. കുട്ടികൾക്ക് എത്തുന്ന ഭാഗത്തിൽ പേരൻസ് ആരും വെക്കാറില്ല.
കാരണം അറിയാതെ ആണെങ്കിൽ പോലും നമ്മളത് ബിക്കോസ് ഇറ്റ് ഹാസ് നോ കളർ ലൈക്ക് വെച്ച് ലുക്സിലേക്ക് മാത്രമല്ലേ. if the child doesn't know by mistake if he opens that bottle or can acid can, one drop enough your hand or where the part it has fallen will be burned. ഒരു ഡ്രോപ്പ് മതി നമ്മുടെ കയ്യോ കാലോ എവിടെയാണോ അത് വീണ് നമ്മൾ പൊള്ളും. മനസ്സിലായോ? അപ്പം ആസിഡ് സാധാരണഗതിയിൽ നിങ്ങളുടെ പേരന്റിന് അറിയാം, അതുകൊണ്ട് അവർ വളരെ കെയർഫുൾ ആയിട്ടേ വെക്കുകയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ റബ്ബറൊക്കെ വെട്ടുന്നുണ്ടെങ്കിൽ ആസിഡ് എന്തായാലും ഉണ്ടാകും അല്ലെ, റബ്ബർ ഷീറ്റിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പം ആസിഡ് ഒക്കെ വീണാൽ നല്ലപോലെ പൊള്ളുന്നതാണ്. അതുകൊണ്ട് ഷുഡ് നോട്ട് ടച്ച് ഇറ്റ് ഓൾ, ഷുഡ് നോട്ട് പ്ലേ വിത്ത് ഇറ്റ്. പിന്നെ എന്താ ടേസ്റ്റ് നോക്കാൻ വേണ്ടി വെള്ളം പോലെയാണ് ഇത്, വെള്ളമാണ് പച്ചവെള്ളമാണോ ചായയാണോ കാപ്പിയാണോ എന്നൊക്കെ നോക്കാം. ടേസ്റ്റ് ഒന്നും നോക്കാൻ ആസിഡ് ഒന്നും എടുത്തേക്കല്ലോ, കിട്ടുന്ന സാധനമൊക്കെ പിടിച്ച് വായിലൊന്നും വെച്ചേക്കല്ലോ കേട്ടോ. നാവിൽ വെച്ച് ടേസ്റ്റ് നോക്കി ആസിഡ് ഒക്കെ നാക്കൊക്കെ പൊള്ളിപ്പോകും, പിന്നെ ഒരിക്കലും ടേസ്റ്റ് നോക്കേണ്ടി വരികയില്ല. ഓക്കെ, then this can be minor or severe. സോ നമ്മുടെ ബേൺസ്, അതായത് നമ്മുടെ പൊള്ളുന്നത് ചിലപ്പോൾ മൈനർ ആകാം, ചെറിയ രീതിയിലുള്ളതാകാം, മേജർ ആകാം, വലിയ പൊള്ളലാകാം. നിങ്ങളൊക്കെ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില ആൾ പൊള്ളലേറ്റു മരിച്ചു. നമ്മുടെ കയ്യിൽ ചെറിയ റഗോളിയുടെ ചെറിയൊരു അറ്റം കൊണ്ടുവന്ന് നമ്മൾ മരിച്ചു പോകുമോ? കുറച്ച് നമ്മുടെ നിലവിളിക്ക് പൊള്ളുമ്പോ അത്രേ ഉള്ളൂ, മരിച്ചൊന്നും പോകില്ല. പക്ഷേ if our body gets nearly 60% of our body gets burnt, surely that person will die 60 or 70 and ചിലവർക്ക് 60% പൊള്ളലേറ്റു, 50% പൊള്ളലേറ്റു എന്നൊക്കെ പറയും അല്ലെ. ചിലർക്ക് അങ്ങനെ നല്ലപോലെ പൊള്ളലേറ്റു കഴിഞ്ഞാൽ അവർ മരിച്ചു പോകും. 50% ഒക്കെ ആണെങ്കിൽ കുറെ നാൾ കഴിഞ്ഞ് റിക്കവറി ആകും. ചില സമയത്ത് അത് തന്നെ റിക്കവറി ചെയ്യണേ ഒത്തിരി നാൾ പിടിക്കും. ചിലപ്പോൾ കംപ്ലീറ്റ് റിക്കവറി ആയെന്നും വരത്തില്ല, പഴയ പോലെ ആകില്ല. അപ്പൊ നമ്മുടെ കയ്യിലോ ചെറിയ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടെന്ന് പറഞ്ഞിട്ട് ചത്തൊന്നും പോകത്തില്ല, അത് പേടിക്കൊന്നും വേണ്ട കേട്ടാ. 1-2 വേണേൽ കത്തിച്ചോ. ഓക്കെ, minor burns can be treated at home. If it is small type of burns, you can treat at home. Severe burns and chemical burns need special medical care in a hospital. If the one second. Okay. If the burn is very little bit, small one means we can treat at home. നിങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ ഹോസ്പിറ്റലൊന്നും ഈ പൊള്ളലുകളൊന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വരുന്നില്ല. ചെറിയ രീതിയിലൊക്കെ ആണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ സ്മോൾ വൺ മീൻസ് ഇഫ് ദർ ഇസ് ഹണി ഓർ പേസ്റ്റ് ഓർ എനി സം ഓയിൽമെന്റ്, ചെറിയ ഓയിൽമെന്റുകളൊക്കെ ഉണ്ട് പൊള്ളുന്നതിന്, അതൊക്കെ മേടിച്ച് തേച്ച് നമ്മൾ ചെയ്യും. ഈ ചിലവരൊക്കെ ആണെന്നതിൽ ഓയിൽ ഒരു തരം എന്താ എണ്ണ കരിച്ചിട്ട് എന്തൊക്കെയോ പച്ചമരുന്നുകളൊക്കെ ചേർത്തിട്ട് ട്രൈബൽ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ വെച്ച് എണ്ണയൊക്കെ കരിച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി ചെറിയ രീതിയിലുള്ള പൊള്ളലുകളൊക്കെ. But if the burn is major, big one, we have to go to hospitals. ഒത്തിരി പൊള്ളലുണ്ടെന്നൊരു നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കുറെ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. പിന്നെ കെമിക്കൽ ബേൺസ്, അതിന് ചെറുതാണേലും വലുതാണേലും we have to take the medical treatment. അതായത് ആസിഡ് ഒക്കെ വീണിട്ട് അങ്ങനെ പൊള്ളു എന്ന് പറഞ്ഞില്ല, അതാണ് കെമിക്കൽ ബേൺസ്. ഇപ്പൊ അങ്ങനത്തെ സംഭവത്തിലൂടെ നമ്മുടെ കയ്യോ കാലൊക്കെ പൊള്ളിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, കാരണം അതിന്റെ റിയാക്ഷൻ എന്ത് തന്നെയൊക്കെ ആയാലും ഉണ്ടാകും. സോ വി ഹാവ് ടു ടേക്ക് കെയർ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇഫ് എ പേഴ്സൺ ഗെറ്റ്സ് ബേൺ, പൊള്ളലേറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ടു പ്രൊട്ടക്ട് ദ ബേൺഡ് പാർട്ട് ഫ്രം ജേംസ് ആൻഡ് ഡസ്റ്റ്, കവർ ഇറ്റ് വിത്ത് sterile gauze or a clean piece of cloth. അപ്പൊ നമ്മുടെ ചെറിയ മുറിവുകൾക്കാണ് ഈ പറയുന്നത്, ചെറിയ പൊള്ളലുകൾക്കൊക്കെ നമ്മൾ വീട്ടിൽ നിന്നുള്ള ട്രീറ്റ്മെന്റിന് നമ്മുടെ ആ പൊള്ളിയ ഭാഗത്ത് നമുക്കൊരു സ്റ്റെറൈൽ ഗ്ലൗസ് പോലത്തെ, അതായത് രോഗാണുക്കളൊന്നും കയറാത്ത രീതിയിലുള്ള അത് വെച്ച് നമ്മൾ കവർ ചെയ്ത് വെക്കണം നമ്മുടെ മുറിവില്. അതായത് തുറന്നിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജേംസ് ഒക്കെ കയറും. ചില മുറിവുകൾക്കൊക്കെ എന്ത് ചെയ്യുന്നതെന്ന് അറിയാൽ, ചില പൊള്ളലുകൾക്കൊക്കെ എണ്ണയൊക്കെ തൂത്തിട്ട് തുറന്നു വെക്കും. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? ചെളിയൊന്നും പറ്റാതെ ശ്രദ്ധിക്കണം, അഴുക്കൊന്നും അതിനകത്ത് കയറാൻ. ചിലപ്പോൾ ആവിച്ചൊക്കെ ചിലപ്പോൾ അത് പഴുക്കും. അതുകൊണ്ട് cover it with a sterile gauze or a clean piece of cloth. Then a wet compress can be made by dipping a clean piece of cloth in a mixture of baking soda and warm water. ചെറിയ ചൂടുവെള്ളത്തിൽ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നമുക്ക് അതിന്റെ മേളിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. അപ്പൊ അതായത് രോഗാണുക്കളൊന്നും കയറാത്ത രീതിയിൽ. If the cause of the burn is a chemical, wash the burnt part with a lot of water. അപ്പം
കെമിക്കൽ, അതായത് ആസിഡൊക്കെ ചെറുതായിട്ടൊക്കെ പുള്ളിയിൽ ഒരു ഹോസ്പിറ്റലൊന്നും പോകണ്ട കേട്ടോ ഈ ആസിഡ് ആണെങ്കിലും. പക്ഷെ കുറച്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകും. കാരണം മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ പിന്നെ അത് വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിലൊക്കെ ഉള്ളെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറുതായിട്ടൊക്കെ ആണെന്നൊരു നമ്മൾ ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യമില്ല. പിന്നെ തന്നെ ഈ കെമിക്കൽ ആയിട്ട് പൊള്ളിയ ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ച് കഴുകുക. കാരണം കെമിക്കലിന്റെ എന്തെങ്കിലും ഭാഗങ്ങൾ ഇനി അവിടെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ blisters are formed in the burnt part, they should not be prickled. What is the meaning of blisters? Blister means കൊമുള. നിങ്ങൾ എന്താ പറയുന്നതിന്? പൊള്ളിക്കഴിഞ്ഞാൽ അത് കൊമുളച്ച് പൊങ്ങൂലേ? അതിനെന്താ പറയുന്നത് നിങ്ങള്? ഞങ്ങൾ കൊമുള എന്നാ പറയുന്നത് ഞാനൊക്കെ. ലക്ഷ്മിപ്രിയക്ക് എന്താ പറയുന്നേ? വേറെന്തോ പേര് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ പറയുന്നത്. മനസ്സിലായ സംഭവം. എല്ലാരും പോയ ക്ലാസ്സിൽ നിന്ന്. ഞാൻ ഈ പോയവർക്കൊന്നും അറ്റൻഡൻസ് കൊടുക്കുന്നില്ല. എല്ലാം വീഡിയോ ഓഫ് ചെയ്ത് ഉള്ളവർ കുറച്ചുപേര് വീഡിയോ കൊമളച്ചു എന്ന് പറയുന്നത് വേറെ. മുഹമ്മദിനോട് രാവിലെ ഞാൻ പറഞ്ഞു കിടന്നോണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പാടില്ല, യു ഹാവ് ടു സിറ്റ്. അതാ നന്നായിട്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വരുന്നുണ്ട് കണ്ണൊക്കെ തിരുമ്മിയിട്ട്. എന്താ കായ് എത്തി തരണോ? ഓക്കെ. അപ്പൊ കൈയൊക്കെ ഇങ്ങനെ കൊമളിച്ച് വരും അല്ലെ? നമുക്ക് പൊള്ളി തീർത്ത് വരികയല്ലേ? സോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വി ഷുഡ് നോട്ട് പ്രിക്ക് ഇറ്റ് എന്ന് പറഞ്ഞാൽ കുത്തി പൊട്ടിക്കരുത്. ചിലർക്ക് ഈ കോമളയൊക്കെ കാണുമ്പോൾ ഒരു കുരുകുരുപ്പുണ്ടല്ലോ അല്ലെ? അത് പൊട്ടിക്കണം, അതിനകത്ത് വെള്ളം കളയണം, അങ്ങനെയൊക്കെ തോന്നിയല്ലേ? പക്ഷെ അങ്ങനെ ചെയ്യരുത്. അത് തന്നെ ഒന്നുകിൽ അത് തന്നെ പൊട്ടിപ്പോകും, അല്ലെങ്കിൽ അവിടെ ഇരുന്നത് കരുതി തന്നെയാണ്. കാരണം പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മെച്ചൂർഡ് ആയിട്ടില്ലെന്നൊരു പിന്നെ അതിനകത്ത് ജേംസ് കയറാൻ സാധ്യതയുണ്ട്, അണുക്കളൊക്കെ രോഗാണുക്കളൊക്കെ കയറാൻ സാധ്യതയുണ്ട്. If blisters are formed in the burnt part, they should not be pricked. Pricking blisters can be dangerous as they become open wounds through which germs can enter the body. Do not remove any clothing, not even burnt clothing stuck to the skin, or else a blister may burst. ഇനി വേറൊന്ന്, ഇപ്പൊ നമ്മുടെ കയ്യിൽ സപ്പോസ് കുറച്ച് ചൂടുവെള്ളം വീണു. നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? ചൂടുവെള്ളം വീണ ഉടനെ തൂക്കും. ഫസ്റ്റ് നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യമാണത് അല്ലെ? ഫസ്റ്റ് നമ്മളിങ്ങനെ തൂത്തോണ്ടിരിക്കും, കൈ ഇങ്ങനെ തൂക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നേ? ദ സ്കിൻ ഓഫ് ദാറ്റ് പാർട്ട് വിൽ ബി ലോസ്റ്റ്. ബിക്കോസ് നമുക്കറിയാം ചൂടുവെള്ളം വീണ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ സ്കിന്നൊരു എന്താ പറയാ ബേൺഡ് ആയിട്ടിരിക്കുകയാണ്, എന്താ പറയുന്നത് വെന്തതുപോലെ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ സോഫ്റ്റ് ആയി. അപ്പൊ നമ്മളിങ്ങനെ ആ ചൂടിന്റെ രാഗത്തിൽ പെട്ടെന്ന് നമ്മൾ ചെയ്യുന്ന കാര്യമാണത് തൂക്കുക എന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും മുറിയോ പറയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന തൂക്കുവാണ് ചെയ്യുന്നത് അല്ലെ? സ്വാഭാവികമായിട്ട്. ഇപ്പൊ പൊള്ളി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ തൂത്ത് കഴിഞ്ഞാൽ തൂത്ത ഭാഗത്തുള്ള തൊലിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. സോ വി ഷുഡ് നോട്ട് ഡു ലൈക്ക് ദാറ്റ് വേ. ഇനി വേറൊന്ന്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ നമ്മുടെ തുണിക്കൊക്കെ തീ പിടിച്ചിട്ട് അങ്ങനെ കാലയിലൊക്കെ ഒട്ടിപ്പിടിച്ചു നോക്കാം. അപ്പൊ പോളിസ്റ്റർ ക്ലോത്ത് ആണെങ്കിൽ ചിലപ്പോൾ ദേഹത്തോട് ഒട്ടിപ്പിടിക്കാം. അത് റിമൂവ് ചെയ്യാൻ ശ്രമിക്കണ്ട. ഇനി ദേഹത്തോട്ട് ഒട്ടിപ്പിടിച്ചതാണെങ്കിലും അല്ല എങ്കിലും നമ്മളിപ്പോ നന്നായിട്ട് നനഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചൂടുവെള്ളം വീണിട്ട് നനഞ്ഞു. അപ്പൊ നമ്മുടെ ഡ്രസ്സൊക്കെ വെറ്റാണ്. ആ ഡ്രസ്സ് അങ്ങനെ നമ്മൾ വലിച്ചു വിടരുത്. കാരണം ഇഫ് യു ഹാവ്, നമുക്കറിയാം ഇത്തിരി ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്, ഇഫ് ഇറ്റ് ഈസ് ഡ്രൈ ഇറ്റ് ഈസ് വെരി ഈസി ടു റിമൂവ് ഫ്രം ദ ബോഡി. ബട്ട് ഇഫ് ദ ഡ്രസ് ഈസ് വെറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു റിമൂവ് ഫ്രം ദ ബോഡി. നിങ്ങളുടെ ഡ്രസ്സ് വെറ്റ് ആണെങ്കിൽ, നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഊരിയെടുക്കാൻ ഇത്തിരി പാടാണ് മറ്റുണങ്ങിയ ഡ്രസ്സ് ഊരിയെടുക്കുന്നേക്കാളും അല്ലെ? അപ്പം അങ്ങനെയുള്ള ഇതില് ഇപ്പം നമ്മള് ഈ പൊള്ളിയ ഭാഗത്ത് വെള്ളമൊക്കെ വേണ്ടിട്ട് പൊള്ളിയിരിക്കുന്ന ആ ഡ്രസ്സ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ, നനഞ്ഞിരിക്കുമ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ദേഹത്തെ തൊലിയും പോരാൻ സാധ്യതയുണ്ട്. Last year, just in front of my house, there is another house. There are two children, and the elder one was studying in second standard, and younger one was studying in UKG last year. This year they are in third and first standard. So his auntie brought hot water to give bath for him. She kept the water in the bathroom and she went to take cold water to mix with that. From the stove she directly took and kept in the bathroom, and she went out to take in another bucket of cold water to mix with that. But this boy, he was playing outside somewhere and he didn't like to take a bath anyway. When his auntie called to take a bath, so he got angry and soon he came. He ran and he came to, because she was going on compelling, come like that. She was going on compelling. So this boy ran and came, thinking that it is cold water. In some water kept to take water, ready water, he thought. He took and 1 cup of water he poured on his body. As soon as he poured the water,
his body got burnt. So when the body burnt, he rubbed all the body. Since burnt. Did you understand what I said? കുഞ്ഞിനെ കുളിക്കാൻ വിളിച്ചപ്പോൾ അവന് വരാൻ ഇഷ്ടമില്ലായിരുന്നു. അപ്പൊ ആന്റി വഴക്ക് പറഞ്ഞു മോനെ സന്ധ്യയായി വേഗം വന്ന് വിളിച്ചിട്ട് ഈ ചൂടുവെള്ളം ബാത്റൂമിൽ കൊണ്ടുവച്ച് തണുത്ത വെള്ളം എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പൊ കൊച്ചിന് ദേഷ്യമായിരുന്നു. വിളിച്ചപ്പം കളിക്കാൻ കുറച്ചുകൂടെ സമയം ഉണ്ടല്ലോ എന്നുള്ള കണക്കൂട്ടിലായിരുന്നു. അങ്ങനെ കൊച്ചു എന്ത് ചെയ്തു, ചൂടുവെള്ളമാണോ ഒന്നും കൈയിട്ടൊന്നും നോക്കിയില്ല. വന്നപാട് ഒരു കപ്പ് വെള്ളം എടുത്ത് ദേഹത്തോട്ട് ഒഴിച്ചു. പക്ഷെ ഒഴിച്ചപ്പോഴേ നല്ല ചൂടുവെള്ളമല്ല നമുക്ക് പൊള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ആ ഇതിലെ കുഞ്ഞല്ലേ, ചെറിയ കുഞ്ഞല്ലേ, അപ്പൊ സ്കിൻ ഈസ് വെരി ഡെലിക്കേറ്റ്. ചെറിയ കുഞ്ഞുമക്കളുടെ ഇപ്പൊ ടീച്ചറിന്റെ ഒക്കെ പോലെ അത്രയും കട്ടിയില്ല നിങ്ങളുടെ ഒക്കെ സ്കിന്നിന് അല്ലേ. അപ്പം സോഫ്റ്റ് ആണ് നിങ്ങളുടെയൊക്കെ സ്കിന്ന്. അപ്പൊ ഈ കുഞ്ഞ് ചൂടുവെള്ളം വീണപ്പത്തേനും ദേഹം മൊത്തം പൊള്ളിപ്പത്തേനും ദേഹം എല്ലാം ഇങ്ങനെ തൂത്ത് വേഗം ചൂട് കാരണം വേഗം തൂത്ത് കരഞ്ഞോണ്ട് തൂത്തു. അപ്പോഴേക്ക് ആ ബോഡിയിൽ ഉണ്ടായിരുന്ന അത്രയും ഭാഗത്ത് സ്കിന്ന് പോയി പാവ കൊച്ചിന്. അല്ലെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള പൊള്ളലൊന്നും അല്ലായിരുന്നു സംഭവം. വെച്ചാൽ അത്രത്തോളം ഇല്ല. പക്ഷെ സ്കിന്ന് പോയതുകൊണ്ട് പിന്നെ ഇൻഫെക്ഷൻ ആകും. പിന്നെ ഹോസ്പിറ്റലിൽ പോയി കുറേ ദിവസം കുഞ്ഞിന് സ്കൂളിലൊന്നും വിടാൻ പറ്റത്തില്ല. ഷർട്ടൊന്നും ഇടിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ആവിക്കുന്നത് കൊണ്ട് അവന് സ്കൂളിൽ പോകാതെ വീട്ടിലിരുന്ന് മുറിവോ അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷെ സ്കിൻ പോയി അത്രയാണ്. അതുകൊണ്ട് ഒരിക്കലും വി ഷുഡ് നോട്ട് റബ് ദ സ്കിൻ. ഓക്കെ. So do not remove any clothing, not even burnt clothes stuck to the skin or else blister may burst. പിന്നെ നമ്മൾ അതുകൊണ്ട് ആ ഡ്രസ്സ് ഇപ്പം നനഞ്ഞ ഡ്രസ്സാണെങ്കിലും പെട്ടെന്ന് അത് ഊരാൻ ശ്രമിക്കരുത്. പൊള്ളിയിലോ ഡ്രസ്സിനും കൂടെ ചൂടാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ വലിച്ചു വരുമ്പോഴത്തേനും നമുക്ക് പിന്നെ തൊലിയൊക്കെ പോകും, സ്കിന്നിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ ടൈം ഈസ് അപ്പ്. നമ്മുടെ ടൈം കഴിഞ്ഞ് നമുക്ക് 4 എടുക്കാം കേട്ടോ. ബാക്കി ഓക്കെ, ബൈ ബൈ. then ഉറങ്ങാനുള്ളവരൊക്കെ പോയി ഉറങ്ങിക്കോ. ചോറ് കഴിക്കാനുള്ളവരൊക്കെ പോയി ചോറ് കഴിച്ചോ. Bye, Miss. Bye bye. Bye, Miss.